വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി കർത്താവായ യേശു ക്രിസ്തുവിൽ അനുഗ്രഹീതരായ ശാലോം പ്രേക്ഷകർക്ക് വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനത്തിൻ്റെ അത്ഭുത കൃപ എല്ലാ അന്ധകാര ശക്തികളെയും നമ്മൾ നാട്ടി അകറ്റുന്ന അനുഗ്രഹ നിമിഷങ്ങളായി നമ്മളിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ്. അന്ധകാരത്തിൻ്റെ ബന്ധനങ്ങളുടെ മേൽ, പൈശാചിക ശക്തികളുടെ മേൽ വചനമയച്ച് അവരെയെല്ലാം നിഷ്പ്രഭമാക്കുന്ന യേശുവിൻ്റെ ശക്തി ഇപ്പോൾ നമ്മളുടെ കുടുംബത്തിൽ, നമ്മളായിരിക്കുന്നിടങ്ങളിൽ വെളിവാക്കപ്പെടാൻ പോവുകയാണ്. നമ്മളെ കാലാകാലങ്ങളായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സകല ദുർഭൂതങ്ങളെയും യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ വചനമയച്ച് വിടുതൽ നൽകുന്ന അത്ഭുതത്തിൻ്റെ സമയം. ഈ ഒരു ബോധ്യത്തോടുകൂടി നമുക്ക് ഈ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങാം. എല്ലാ തിന്മകളിൽ നിന്നും നമ്മളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സൗഖ്യദായകമായ വിശുദ്ധീകരിക്കുന്ന വചനം നമ്മളെ മനസ്സാന്തരപ്പെടുത്തട്ടെ, സൗഖ്യപ്പെടുത്തട്ടെ. അതിനുവേണ്ടി കണ്ണുകളടച്ച് ശാന്തമായ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ലോകരക്ഷക, ഏകരക്ഷക, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ വചനത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ നിയോഗങ്ങളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. കർത്താവേ, ഞങ്ങളിലുള്ള എല്ലാ തിന്മ സ്വാധീനങ്ങളും സാന്നിധ്യങ്ങളും യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ രക്തത്താൽ നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ വലിയൊരു അഭിഷേകം ഞങ്ങൾ നിറയട്ടെ. കർത്താവേ, ഞങ്ങളെ വേട്ടയാടുന്ന എല്ലാ അസ്വസ്ഥതകളും യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ നിർവീര്യമായി കൃപയ്ക്ക് മേൽ കൃപ ഞങ്ങൾ സ്വീകരിക്കണം. ഈ സമയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, ഞങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ, തിരുസഭ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാവിധത്തിലുള്ള അസ്വസ്ഥതകളിൽ നിന്ന് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് യേശുവിൻ്റെ യഥാർത്ഥ പ്രകാശത്തിലേക്ക് ഞങ്ങളെ ആനയിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുന്ന വചന വിഷയം കർത്താവിൻ്റെ വഴിയിൽ നിന്ന് വഴിതെറ്റിക്കുന്ന ശക്തിയെക്കുറിച്ച്. വഴിതെറ്റിക്കുന്ന ശക്തി. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം, അതിന് 4-ാം തിരുവചനം. തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. അവർ കർത്താവിനെ അറിയുന്നുമില്ല. ഇസ്രായേലിൻ്റെ അഹങ്കാരം അവനെതിരെ സാക്ഷ്യം നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകാനുള്ള തടസ്സം എന്താണ്? നമ്മുടെ പ്രവൃത്തികൾ തന്നെയാണ്. അവരുടെ പ്രവൃത്തികൾ അവരെ തടയുന്നു. ഹോസിയ പ്രവാചകൻ പറയുക. കാരണം അവർ ചെയ്ത വ്യഭിചാര പ്രവൃത്തിയുടെ ഫലമായി അവരിൽ കുടികൊള്ളുന്ന വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം ദൈവത്തിങ്കലേക്ക് തിരിയാൻ അവരെ തടയുന്നു. അപ്പോൾ ഈ ദുർഭൂതം ദൈവത്തിങ്കിലേക്ക്, ദൈവത്തെ അറിയുന്നതിന്, ദൈവത്തിങ്കിലേക്ക് മടങ്ങുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയാണ്. എങ്ങനെയാണ് ഈ ദുർഭൂതം ഉണ്ടാകുന്നത്? ഓരോ പ്രവൃത്തിയും നന്മയാണോ തിന്മയാണോ എന്നതിനെ ആശ്രയിച്ചാണ് ദൈവാത്മാവാണോ ദുരാത്മാവാണോ നമ്മളിൽ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. തിന്മ പ്രവർത്തിക്കുന്നവനിൽ തിന്മയുടെ ദുരാത്മാവുണ്ടാവും. നന്മ പ്രവർത്തിക്കുന്നവനിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 34-ാം തിരുവചനം. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ ഭവനത്തിൽ വസിക്കുന്നു. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വതന്ത്രരാണ്. പുത്രൻ നൽകുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കാത്തവനെല്ലാം പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പാപത്തിൻ്റെ അടിമയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പാപത്തിന് അടിമപ്പെടുക എന്ന് പറഞ്ഞാൽ ദുർഭൂതത്തിന് അടിമപ്പെടുക എന്നാണ് അർത്ഥം. നമ്മൾ ചെയ്യുന്ന പാപപ്രവൃത്തിയും നമ്മളെ അടിമപ്പെടുത്തുന്ന പാപവും തമ്മിൽ വ്യത്യാസമുണ്ട്. ചെയ്യുന്ന പാപപ്രവൃത്തി അടിമപ്പെടുത്തുന്ന പാപത്തിൻ്റെ ശക്തി, ഇംഗ്ലീഷ് ബൈബിളിൽ ഈ രണ്ട് വാക്കുകളെയും സൂചിപ്പിക്കാൻ സിൻ എന്ന വാക്കാണ്. അപ്പോൾ ആദ്യത്തെ ചെയ്യുന്ന പാപത്തിന് ചെറിയ അക്ഷരം എസും, അടിമപ്പെടുത്തുന്നു എന്ന പാപത്തിന് ക്യാപിറ്റൽ ലെറ്റർ വലിയ അക്ഷരം എസും ആണ് സിൻ എന്ന വാക്കിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ ചിന്തിക്കുന്നത് ഈ ക്യാപിറ്റൽ ലെറ്റർ എസ് കൊണ്ട് ആരംഭിക്കുന്ന സിന്നിനെ കുറിച്ചാണ്, ദുർഭൂതത്തെക്കുറിച്ച്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായം അതിന് 3-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ്. വിസ്മൃതിയുടെ ഇരുണ്ട മറയ്ക്കുള്ളിൽ തങ്ങളുടെ രഹസ്യപാപങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയില്ലെന്ന് തെറ്റിദ്ധരിച്ച അവർ ഭയചകിതരായി ചിതറിപ്പോയി. ദുർഭൂതങ്ങൾ അവരെ ഭയാക്രാന്തരാക്കി. രഹസ്യപാപങ്ങൾ ദുർഭൂതങ്ങളായി അവരുടെ ഉള്ളിൽ കുടികൊള്ളുന്നുണ്ടായിരുന്നു. ഇരുണ്ട മറയ്ക്കുള്ളിൽ തങ്ങളുടെ രഹസ്യപാപങ്ങൾ ഒരിക്കലും വെളിവാക്കപ്പെടുകയില്ല എന്ന് ധരിച്ച അവർ ഇതാ ദുർഭൂതങ്ങൾ ഇളകിയപ്പോൾ ഭയാക്രാന്തരായി എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഈ ദുർഭൂതങ്ങളുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്, നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും ഈ ദുർഭൂതങ്ങളുടെ പ്രവണതകൾ വെളിപ്പെട്ട് കാണാറുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, ഒരുപക്ഷെ നമ്മുടെ ആയിരിക്കാം, നമ്മുടെ കുടുംബത്തിലുള്ള മറ്റംഗങ്ങളുടെ ആയിരിക്കാം. പാപം വഴിയായി ഈ ദുർഭൂതത്തിന് നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു വഴി തുറന്നിട്ടുണ്ട് എങ്കിൽ അവൻ്റെ പ്രവൃത്തി ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റാനായി നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കും. ദൈവത്തെ അറിയാൻ,
ദൈവത്തിങ്കിലേക്ക് മടങ്ങാൻ സമ്മതിക്കാതെ ഈ ദുർബോധം ഒരുപക്ഷെ അപ്പനിലൂടെ, അമ്മയിലൂടെ, മക്കളിലൂടെ, സഹോദരങ്ങളിലൂടെ, ജീവിത പങ്കാളിയിലൂടെ ഒക്കെ നമ്മളിലേക്കും ഇതിൻ്റെ സ്വാധീനം കടന്നു വരാം. വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം മാത്രമല്ല, ഒന്നാം പ്രമാണ ലംഘനം വഴിയായി വിഗ്രഹാരാധനയുടെ ദുർഭൂതം, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നതിൻ്റെ ഫലമായി ശാപത്തിൻ്റെ ദുർഭൂതം, കാപട്യത്തിൻ്റെ ദുർഭൂതം, കള്ളസാക്ഷ്യത്തിൻ്റെ ദുർഭൂതം, ഇങ്ങനെ പലവിധത്തിലുള്ള ദുർഭൂതങ്ങളാൽ ബന്ധിതമായ അവസ്ഥയിലാണോ ഇന്ന് നമ്മളുള്ളത് എന്നാണ് ചിന്തിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധ്യാനാവസരങ്ങളിലൊക്കെ പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനത്തിലൂടെ കൗൺസിലിംഗ് ശുശ്രൂഷയ്ക്കിടയിലൊക്കെ പല ആളുകളുടെയും ജീവിതത്തിൽ അവർ നിരന്തരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളൊക്കെ കാരണമാകുന്നത് ഏതെങ്കിലുമൊക്കെ അനുദപിക്കാതെ കിടക്കുന്ന, മാനസാന്തരത്തിലേക്ക് കടന്നു വരാത്ത പാപ പ്രവണതകളുടെ സ്വാധീനമാണ് എന്ന് വെളിപ്പെട്ട് കിട്ടുമ്പോൾ ആ മേഖലകളെ സമർപ്പിച്ച് യേശുവിൻ്റെ ബലിയുടെ യോഗ്യതയാൽ വിടുതൽ പ്രാപിച്ച് സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും കടന്നു വരുന്ന അനേക മക്കളെ, കുടുംബങ്ങളെ കാണാനിടയായിട്ടുണ്ട്. എന്താണ് ഇവിടെ കാരണം? ഒരു മനുഷ്യൻ ചെയ്യുന്ന തിന്മപ്രവൃത്തി അവനിലേക്ക് ദുർഭൂതത്തെ ക്ഷണിച്ചു വരുത്തും. എന്നാൽ അവൻ അനുദപിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുമ്പോൾ ആ ദുർഭൂതത്തിൻ്റെ പ്രവൃത്തി അവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ടാണ് സ്നാപകൻ ഉദ്ഘോഷിച്ചത്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. ഈശോ പറഞ്ഞു, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അപ്പോൾ ഈ പ്രബോധനങ്ങളിൽ മാനസാന്തരവും അനുതാപവും മാത്രമല്ല, സുവിശേഷത്തിലുള്ള വിശ്വാസമുണ്ട്, മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കലുണ്ട്. ഇതുണ്ടാകുമ്പോഴാണ് ദുർഭൂതം എന്നേക്കുമായി കെട്ടടങ്ങുന്നത്. അവന് പിന്നെ ആ വ്യക്തിയിൽ സ്വാധീനമില്ല. ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങിയാൽ, സുവിശേഷം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ ദുർഭൂതത്തിന് ഒരിക്കലും അവിടെ സ്ഥാനമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കുക. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ പരിഹാര കർമ്മങ്ങൾ, നമ്മുടെ ആത്മീയ അനുഷ്ഠാനങ്ങൾ നമുക്കനുഗ്രഹമാക്കി മാറ്റാൻ ദൈവം നൽകിയിട്ടുള്ള ആത്മീയ ശുശ്രൂഷകളൊക്കെ അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ കഴിയാത്ത വിധം ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന, ദൈവ ശുശ്രൂഷയിൽ നിന്ന് നമ്മളെ അകറ്റുന്ന ഏതെങ്കിലുമൊക്കെ ദുർഭൂതങ്ങളുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, ഇന്ന് ഈ നിമിഷം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ അത്ഭുത നാമത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് ആ ദുർഭൂതത്തിൻ്റെ സ്വാധീനം പൂർണ്ണമായും വിട്ടുമാറണമെന്നുള്ള ആഗ്രഹത്തോടെ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ദൈവം അയച്ച ദുരാത്മാവ് സാവൂളിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ദാവീദ് കിന്നരം വായിക്കും. അതുവഴി അവന് ആശ്വാസവും സുഖവും ലഭിക്കുകയും ദുരാത്മാവ് അവനെ വിട്ടുമാറുകയും ചെയ്തിരുന്നു. സാവൂളിൽ പ്രവർത്തിച്ചിരുന്ന ദുരാത്മാവ് ദാവീദ് കിന്നരം വായിക്കുമ്പോൾ അവനെ വിട്ടുപോയിരുന്നു എന്നാണ് പറഞ്ഞത്. ദാവീദിനേക്കാൾ വലിയവനായ യേശു ക്രിസ്തു തൻ്റെ സഹനബലിയിലൂടെ, കുരിശിലെ യാഗത്തിലൂടെ ഈ ദുർഭൂതത്തിൻ്റെ സ്വാധീനത്തിന് അറുതി വരുത്തിയെങ്കിൽ, ആകയാൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർക്ക് ഇനി ശിക്ഷാവിധിയില്ല എന്ന് വചനം ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാത്തത് കൊണ്ടാണ് ഈ ദുർഭൂതങ്ങളുടെ സ്വാധീനം ഇന്ന് നമ്മളിൽ കുടികൊള്ളുന്നതെന്ന് തിരിച്ചറിയണം. പലപ്പോഴും അനുദപിക്കപ്പെടാതെ, മാനസാന്തരപ്പെടാതെ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിക്കാതെ
മരിക്കേണ്ടി വന്നിട്ടുള്ള ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും ഈശോയുടെ ബലിയിലേക്ക് ആ മക്കളെ ചേർത്ത് വെച്ച് ആത്മാക്കൾക്ക് വിടുതൽ കിട്ടാൻ ദൈവത്തിൻ്റെ കരുണ അവരിൽ നിറയാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അവർക്ക് പൂർണ്ണമായ വിടുതൽ ലഭിക്കുമ്പോഴാണ് അവരിൽ കുടികൊണ്ടിരുന്ന തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ കുടുംബങ്ങളും രക്ഷ പ്രാപിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ തന്നെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ബലികളും കാഴ്ചകളും അർപ്പിച്ച് പാപപരിഹാരം ചെയ്യുന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇന്ന് പെന്തക്കോസ്തൽ ചില വിഭാഗങ്ങളൊക്കെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ മേൽ വീണ്ടും ഈ ദുർബോധത്തിൻ്റെ സ്വാധീനം കടന്നു വരാൻ വഴി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ട് ഈ വർഗം പുറത്തു പോവില്ല എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നില്ലേ? മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 29-ാം വാക്യം. അതുകൊണ്ട് പ്രാർത്ഥന ശക്തമാക്കിയെങ്കിൽ മാത്രമേ ദുർഭൂതങ്ങളുടെ ശക്തി കെടുത്തുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ശക്തമായി പ്രാർത്ഥിക്കണം. തിന്മയുടെ സ്വാധീനം ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ, നമ്മുടെ സഹോദരങ്ങളൊക്കെ വഴിതെറ്റി ജീവിതങ്ങളാണെങ്കിൽ, നമ്മുടെ മാതാപിതാക്കളുടെ വഴിതെറ്റി ജീവിതമാണെങ്കിൽ, നമ്മുടെ മക്കളുടെ വഴിതെറ്റി ജീവിതമാണെങ്കിൽ, അതിലൂടെയൊക്കെ കടന്നു വരുന്ന തിന്മയുടെ സ്വാധീനം, ദുർഭൂതങ്ങൾ, ദുരാത്മാക്കൾ, അവൻ നമ്മളെയും വേട്ടയാടും. പൗലോസ് പറയുന്നുണ്ടല്ലോ എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 12-ാമത്തെ തിരുവചനത്തിൽ, സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ്. നന്മ ചെയ്യുന്ന വ്യക്തികളുള്ള കുടുംബങ്ങളിൽ തിന്മ ചെയ്യുന്ന വ്യക്തികളുണ്ടായെങ്കിൽ അവരിലൂടെ ഈ സ്വർഗീയ ഇടത്തേക്ക്, ആ നന്മയിലേക്ക് ദുരാത്മാക്കൾ വസിക്കാൻ കടന്നു വരാനിടയാവും. നമ്മൾ കരുതലുള്ളവരായിരിക്കണം. അതിനുള്ള കരുതൽ നടപടി എന്താണ്? സഭ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം, പരിഹാര ബലി അർപ്പിക്കണം. പലപ്പോഴും നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവം അനുവദിച്ചു തരുന്ന കുരിശുകളൊക്കെ നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ പാപത്തിന് പരിഹാരം ചെയ്യാനായിട്ട് ദൈവം രക്ഷ നൽകാൻ തിരുമനസ്സാകുന്നതിൻ്റെ അടയാളമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ പാപത്തിന് പരിഹാരം ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ തിന്മയുടെ ശക്തിയെ ഉന്മൂലനം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. എന്താണ് പരിഹാരം? പരിഹാര ബലി അർപ്പിച്ചവൻ ഈശോയാണ്. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 10-ാമത്തെ തിരുവചനം, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. അപ്പോൾ ഈ ദുർഭൂതത്തിൽ നിന്ന് മനുഷ്യവംശത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവത്തിങ്കിലേക്ക് വരുന്നതിന്, ദൈവത്തെ അറിയുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് മാനവകുലത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം തൻ്റെ പ്രിയപുത്രനെ പാപത്തിന് പരിഹാര ബലിയായി നൽകി എന്നതിലാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ പാപമില്ലാത്ത ദൈവപുത്രനെ, പാപമറിയാത്ത ദൈവപുത്രനെ പരിഹാര ബലിയായി നൽകി എന്നതിലാണ് സ്നേഹം അടങ്ങിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും യോഹന്നാൻ ശ്ലീഹായുടെ 1-ാമത്തെ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുവചന പ്രകാരം പറയുകയാണ്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. ഈ ഒരു ബോധ്യമില്ലായ്മയാണ് ഇന്നും ദുർഭൂതങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിതം തകർത്ത് കളയുന്ന അനേകം മക്കൾ ഈ ലോകത്തുണ്ടാകുന്നതിന് കാരണം. യേശുവിലേക്ക് വരിക, അവൻ പരിഹാര ബലിയാണെന്ന് മനസ്സിലാക്കുക. അവൻ്റെ ബലിയിലേക്ക്, അവൻ്റെ കാൽവരി യാഗത്തിലേക്ക്, അവൻ ഇന്നും അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിലേക്ക് മടങ്ങി വരിക. എല്ലാ ദുർഭൂതങ്ങളെയും പാപപരിഹാരം ചെയ്യുന്ന യേശുവിൻ്റെ ബലിയിൽ, യേശുവിൻ്റെ വേദനയോട് ചേർത്ത് അനുദിന ജീവിത ബലിയായി സമർപ്പിച്ച് പരാജയപ്പെടുത്തുക. അതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപത്തിന് പരിഹാര ബലി,
പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ ലേവിയുടെ പുസ്തകത്തിലും സംഖ്യയുടെ പുസ്തകത്തിലുമൊക്കെ പരിഹാര ബലിയർപ്പിക്കുന്നതിനെക്കുറിച്ച് ദൈവം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്നേക്കുമായി യേശുക്രിസ്തു പരിഹാര ബലി അർപ്പിച്ചു. അവൻ്റെ ബലിയോട് ചേർക്കപ്പെടാൻ അവൻ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരുന്ന ചെറുതും വലുതുമായ സഹനങ്ങൾ ഏറ്റെടുത്ത് കാഴ്ചവെക്കാനാണ് ഇന്ന് ദൈവത്തിൻ്റെ വചനം തിരുസഭയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വ്യക്തിപരമായ ത്യാഗപ്രവൃത്തികൾ, സഭ നിർദ്ദേശിക്കുന്ന പ്രായശ്ചിത്ത പ്രവൃത്തികൾ, ഇതെല്ലാം യേശുവിൻ്റെ ബലിയോട് ചേർക്കുമ്പോൾ അത് നമുക്ക് ഈ ദുർഭൂതങ്ങളിൽ നിന്നുള്ള വിടുതലായിട്ട് വരികയാണ്. നമ്മളും നമ്മുടെ കുടുംബങ്ങളും തലമുറകളും അനുഗ്രഹിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ പരിഹാര ബലിയായ ഈശോയുടെ ബലിയോട് ചേർക്കപ്പെടാൻ നമുക്കുമുണ്ടാവണം പരിഹാര കൃത്യങ്ങൾ. ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോ നമുക്ക് വേണ്ടി വേദന അനുഭവിക്കുമ്പോൾ, നമ്മുടെയും മറ്റുള്ളവരുടെയും പാപത്തിന് പരിഹാര ബലിയായി തീരുമ്പോൾ, നമ്മുടെ വേദനകളും രോഗങ്ങളും അനുദിന ജീവിതത്തിലെ കുരിശുകളുമൊക്കെ ഈ പരിശുദ്ധ കുർബാനയോട് ചേർക്കപ്പെടണം. നമ്മുടെ ശാരീരിക അസ്വസ്ഥതകൾ, ഒരുപക്ഷെ നമ്മുടെ കാലിന് വേദനയായിരിക്കാം, തലവേദനയായിരിക്കാം, മാനസിക സംഘർഷങ്ങളായിരിക്കാം, നടുവേദനയായിരിക്കാം. ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോയോട് ചേർന്ന് ഈ വേദനയെ സമർപ്പിച്ച് സന്തോഷത്തോടെ ആ വേദന സ്വീകരിച്ച് കർത്താവിൻ്റെ ബലിയിൽ ഒരു ബലിവസ്തുവായി നമ്മളെ തന്നെ അർപ്പിച്ച് കാഴ്ചവെക്കുമ്പോൾ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശ് വഹിച്ചുകൊണ്ട് എന്നെ പിന്നാലെ വരട്ടെ എന്ന് പറഞ്ഞ യേശുവിൻ്റെ വചനമനുസരിച്ച് അനുദിന ജീവിത കുരിശ് ബലിയാക്കി മാറ്റുമ്പോൾ വിടുതലാണ് പ്രിയപ്പെട്ടവരെ, അവിടെ സൗഖ്യമാണ് പ്രിയപ്പെട്ടവരെ, അവിടെ തിന്മയിൽ നിന്നുള്ള ബന്ധനത്തിൽ നിന്നുള്ള മോചനമാണ്, ദുർഭൂതങ്ങളാണ് അവിടെ പരാജയപ്പെടുന്നത്. അതുകൊണ്ട് ഒരിക്കലും തെറ്റിദ്ധരിക്കരുതേ. നമ്മുടെ ജീവിതത്തിലെ വേദനകൾ, നമ്മുടെ സഹനങ്ങൾ കർത്താവ് തരുന്ന ശിക്ഷയല്ല, പിന്നെയോ ദുർഭൂതങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ രക്ഷാമാർഗമാണ് എന്ന് തിരിച്ചറിയണം. ആ ഒരു ബോധ്യത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നും നമ്മളെ നയിക്കട്ടെ. കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തിയതനുസരിച്ച്, മക്കളെ, പാപപരിഹാര ബലിയാണ് ഈശോ. ഈശോയുടെ ബലിയിലേക്ക് ചേർക്കാൻ പരിഹാരത്തിനായി നിനക്ക് ഈശോ തന്നിരിക്കുന്ന കൊച്ചു കൊച്ചു വേദനകളും സഹനങ്ങളും ഇപ്പോൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തിക്കൊടുക്ക്. ഈശോയെ, എൻ്റെ ജീവിത പങ്കാളിയുടെ, എൻ്റെ മാതാപിതാക്കളുടെ, എൻ്റെ പൂർവികരുടെ, എൻ്റെ സഹോദരങ്ങളുടെ, എൻ്റെ മക്കളുടെ ദൈവനിഷേധത്തിന്, പാപത്തിന്, തിന്മയുടെ ബന്ധനത്തിലുള്ള അവരുടെ ജീവിതത്തിന്, പാവബോധമില്ലാതെ പശ്ചാത്താപമില്ലാതെ അവർ ജീവിച്ചു പോകുന്ന ജീവിത സാഹചര്യങ്ങൾക്ക് പരിഹാരമായി ഇതാ കർത്താവേ, എൻ്റെ വേദനകളെ നിന്റെ കുരിശിലെ ബലിയോട് ചേർത്ത് പരിഹാര ബലിയായി ഞാൻ സമർപ്പിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ തിന്മയുടെ ദുർഭൂതങ്ങളെയും ഈ മക്കളിൽ നിന്ന്, ഇവരുടെ കുടുംബത്തിൽ നിന്ന്, തലമുറയിൽ നിന്ന് യേശുവിന്റെ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ
തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.